പ്രിയമുള്ള കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം, നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി, നന്മയുടെ വഴി. ഓക്കെ, കൂട്ടുകാർക്കെല്ലാം ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ? നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സായ 3 കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരുടെ പേര് നിങ്ങൾ ഈ കമൻറ്റിൽ എന്ത് ചെയ്യണം? അറിയിക്കണം. ഓക്കെ, സെറ്റല്ലേ? എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ 3 പേർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സായ 3 പേർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റിൽ അവരുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, ഇൻഷാല്ലാ ആർക്കൊക്കെ കൂടുതൽ കൂട്ടുകാരുണ്ട്, ആരൊക്കെയാണ് നിങ്ങളുടെ കൂട്ടുകാരെന്നുള്ളത് ഞാൻ അറിയട്ടെ ഇൻഷാല്ലാ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫ്രണ്ട്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്രണ്ട്സുകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള കൂട്ടുകാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്. എന്താ ചൊല്ല് അറിയോ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. ഒരു കണ്ണാടി എന്ന് പറഞ്ഞാൽ എന്താ? മിറർ അല്ലേ? നമ്മുടെ മുഖം നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കണ്ണാടി. ഈ കണ്ണാടി വേണ്ട. എങ്ങനെ? ചങ്ങാതി നന്നാവുകയാണെങ്കിൽ. അപ്പോൾ ചങ്ങാതി നന്നായാൽ എന്തുകൊണ്ട് കണ്ണാടി വേണ്ട? കാരണം നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ പോലെ ആയിരിക്കും നമ്മുടെ പെരുമാറ്റം ഉണ്ടാവുക. നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ പെരുമാറുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണോ അവരുടെ ലൈഫ് സ്റ്റൈൽ, അതുപോലെയായിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല സൽസ്വഭാവിയായ, ഇസ്ലാമികമായി ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന കൂട്ടുകാരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും? നാളെ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിയെടുക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചത് അറിയോ? റസൂൽ പറഞ്ഞു, ഒരു നല്ല കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഒരു അത്തർ കച്ചവടക്കാരനെ പോലെ ആയിരിക്കും. ഒരു നല്ല കൂട്ടുകാരൻ അത്തർ കച്ചവടക്കാരനെ പോലെ ആയിരിക്കും. ഒരു ചീത്ത കൂട്ടുകാരൻ എന്ന് പറയുന്നത് ആലയിൽ കൊല്ലപ്പണി ചെയ്യുന്ന കൊല്ലപ്പണിക്കാരനെ പോലെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇവിടെ അത്തർ കച്ചവടക്കാരനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? എന്താണ് കൊല്ലപ്പണിക്കാരനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? അത്തർ കടക്കാരുടെ പ്രത്യേകത എന്താ? അത്തർ കടക്കാർ അത്തർ കടയിൽ നിൽക്കുമ്പോൾ ആ ഒരു അത്തറിൻ്റെ നല്ല സുഗന്ധമുള്ള മണം അവരുടെ ശരീരത്തിലും അവരുടെ ആ ഒരു രൂപത്തിലും ശരീരത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ അത്തറിൻ്റെ മണം കലർന്നിട്ടുണ്ടാവും. കാരണം അവർ ആ ഒരു അത്തർ കടയിലാണ് നിൽക്കുന്നത്. എന്നാലോ കൊല്ലപ്പണിക്കാരനാണെങ്കിൽ അവർ കൊല്ലപ്പണിയിൽ ആ ഒരു തീജ്വാലയുടെ മുൻപിൽ തീപ്പൊരി പാറിക്കൊണ്ട് അവരുടെ വസ്ത്രങ്ങളെല്ലാം ചിലപ്പോൾ കരിഞ്ഞു പോയിട്ടുണ്ടാവും. അതുപോലെ വിയർപ്പും അതുമായി ബന്ധപ്പെട്ട ദുർഗന്ധങ്ങളൊക്കെ അവരുടെ ശരീരത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്തർ കടക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കൂട്ടുകാരെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഏറ്റവും നല്ല കൂട്ടുകാരെ നമുക്ക് കിട്ടും. എന്നാൽ നമ്മൾ ചീത്ത കൂട്ടുകാരുടെ കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് അവരുടെ ചീത്ത ഗുണങ്ങളാണ് നമ്മളിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മളിൽ നല്ല ഗുണങ്ങൾ വേണോ ചീത്ത ഗുണങ്ങൾ വേണോ എന്നുള്ളത് നമ്മൾ തന്നെ വേണം തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അതെങ്ങനെയാവണം? അത് എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള കൂട്ടുകാരാവണം അല്ലേ? അത് എല്ലാ മേഖലകളിലും ആ രൂപത്തിലാവണം. ഒരു കൂട്ടുകാരൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഹെയർ സ്റ്റൈൽ അല്ലേ, മുടി എങ്ങനെയാവണം? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കപ്പെട്ടുള്ള രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ മുടി വെട്ടി ഒതുക്കുന്ന. അതുപോലെ തന്നെ വസ്ത്രധാരണമാണെങ്കിൽ ഏറ്റവും മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന, നെരിയാടിയുടെ താഴോട്ട് ഒരിക്കലും ഇറങ്ങാത്ത വസ്ത്രം ധരിക്കുന്ന കൂട്ടുകാർ അല്ലേ? പെൺകുട്ടികളാണെങ്കിലോ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നല്ല രീതിയിൽ ഹിജാബൊക്കെ ധരിക്കുന്ന, കൃത്യമായിട്ട് ഔറത്തുകളെല്ലാം മറക്കുന്ന കൂട്ടുകാരുകളെയാണ്, ഫ്രണ്ട്സുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാർ കൃത്യമായിട്ട് നമസ്കരിക്കുന്നുണ്ടോ, നോമ്പ് നോൽക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അവർ സംസാരം കളവ് പറയാത്ത നല്ല കാര്യങ്ങൾ മാത്രം പറയുന്ന സംസാരമാണോ? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അത് മാത്രം പോരാ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഫ്രണ്ട്സ് മാത്രം നല്ലതായ പോരാ, നമ്മൾ അവരെ പ്രത്യേകം നന്നാക്കണം. എങ്ങനെ? നമ്മളെ കൂട്ടുകാരോട് നമ്മൾ കാണുമ്പോൾ നമ്മൾ കൂട്ടുകാരോട് സലാം പറയുക, അസ്സലാമു അലൈക്കും. എപ്പോഴും കൂട്ടുകാരെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സലാം പറയുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂട്ടുകാരോട് നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക അല്ലേ? മോനെ
നീ നമസ്കരിച്ചിട്ടുണ്ടോ, ലോറ് നമസ്കരിച്ചോ, അസ്ര നിസ്കരിച്ചോ, ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. ഇനി നമ്മുടെ കൂട്ടുകാരെന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ അത് നമ്മൾ തടയണം. അത് നമ്മളെന്ത് ചെയ്യണം? തടയണം. എങ്ങനെ? എടാ, അത് ചെയ്യുന്നത് ഹറാമാണ്, അത് അള്ളാഹുവിന് വെറുക്കപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും കളവ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കളവ് പറയാൻ പാടില്ല, അല്ലേ? നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗമാണ്, അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ നാവിനൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, കളവ് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടുകാരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപദേശിക്കണം. അങ്ങനെ നല്ല കൂട്ടുകാരുമായി നമുക്ക് സ്വർഗത്തിൽ ഒത്തുകൂടണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി.